വൈക്കത്തഷ്ടമി എന്ന് കേട്ടിട്ടില്ലേ? കേരളത്തിലത്തെ വളരെ പുരാതനമായിട്ടുള്ള ഒരു മഹാശിവക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അവിടെ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അന്നേ ദിവസം ശിവന്റെ അമ്പലങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അടുത്തുള്ള ഒരു ശിവന്റെ വലിയൊരു അമ്പലമാണ് തിരുവേഗപ്പുറ ശിവക്ഷേത്രം. അവിടെ നിന്ന് അഷ്ടമി വിളക്കിനോടനുബന്ധിച്ചിട്ട് സമൂഹ അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ശ്രീകോവിലിലെ വിഗ്രഹത്തിന്റെ മുകളിൽ നെയ്യ് അഭിഷേകവും ഇളനീരാട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒഴുകി വരുന്ന നെയ്യ് ഒരു പാത്തി വഴി ഈ കിണറ്റിലേക്കാണ് കേട്ടോ വീഴ്ത്തുക. ഈ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമുള്ള വലിയ കിണറൊന്നല്ല, അതൊരു കുഞ്ഞു കിണറാണ്. വരിക്കപ്ലാവിന്റെ വിറക് വെച്ചിട്ട് അതിലേക്ക് വീഴുന്ന നെയ്യ് അങ്ങനെ കത്തിക്കും. അത് നേരിട്ട് കണ്ട് തൊഴുന്നത് വലിയ പുണ്യാണത്രേ. അപ്പൊ അതാണ് കേട്ടോ, അതിൽ നിന്ന് ഉയരുന്ന ആ പുകയാണ് ആ കിണറ്റിൽ നിന്ന് നമ്മളിങ്ങനെ കാണുന്നത്. അങ്ങനെ നെയ്യ് അഭിഷേകവും ഇളനീരാട്ടും ഒക്കെ കഴിഞ്ഞാൽ ആ നെയ്യ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടും. അത് സേവിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈക്കത്തഷ്ടമി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അവിടെ കണ്ടിട്ടുള്ളവരും പോയി തൊഴുതിട്ടുള്ളവരും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ.